കോഴിക്കോട് ബീച്ച് കാണാൻ എത്തുന്നവർ ആരും ഒരുപക്ഷെ ഫുഡ് സ്ട്രീറ്റിൽ കയറാതെ പോകാറുണ്ടാകില്ലല്ലേ. എന്നാൽ ഇവിടുത്തെ ചില കടകൾ ഗുണനിലവാരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽപ്പന ചെയ്യുന്നതായിട്ടുള്ള പരാതി അത് ഉയരുകയാണ്. ചില തട്ടുകടകളിൽ നിന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണം പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അവൻ കഴിക്കുന്നില്ല. ഈ ദൃശ്യങ്ങൾ കോഴിക്കോട് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവത്തിൻ്റെതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തുന്ന നിരവധി ആളുകൾ ഇവിടെ വിൽപ്പന ചെയ്യുന്ന ചില കടകളിലെങ്കിലും ഭക്ഷണത്തിന്റെ ഗുണമേന്മയിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റു കടക്കാരും ചില കടകളിൽ ഗുണമേന്മയില്ലാത്ത ഭക്ഷണം വിതരണം ചെയ്യുന്നതായി പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കണം, വരുന്ന ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കണം. ഇതിൽ ഛിദ്രശക്തികളായ ചില ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇവിടുത്തെ യൂണിയനോ മറ്റാരെങ്കിലോ അവർക്ക് വേണ്ടി ചൂട്ടുപിടിച്ചാൽ ഞങ്ങളെ കച്ചവടമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് വാടകക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും മൂടും തട്ടി പോകാം. ഞങ്ങളിവിടെ സ്ഥായിയായുള്ള ആളുകളാണ്, സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കണം, നല്ല ഫുഡ് കൊടുക്കണം. ഫുഡ് സ്ട്രീറ്റിൽ കച്ചവടം ചെയ്യുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഗുണമേന്മയിൽ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഇവിടെ കൃത്യമായി പരിശോധന നടത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും ചില കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടിയിരുന്നു. ഈ കടകൾക്കൊക്കെയും മുന്നറിയിപ്പും ആരോഗ്യ വിഭാഗം നൽകിയിട്ടുണ്ട്. ഒന്നും പിടിച്ചിട്ടില്ല. അതോട് ഒന്നും പൂട്ടാൻ പറഞ്ഞ് ആ മര്യാദയ്ക്ക് നമ്മൾ പൂട്ടി മാത്രമേ ഉള്ളൂ. പുറമേലത്തെ ആൾക്കാരെ ആരും കംപ്ലൈൻ്റ് ഒന്നുമില്ല. തിന്നുന്ന ആൾക്കാർ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, സൂചന ഒന്നുമില്ല. പിന്നെ അവർ എല്ലാം ബോധ്യപ്പെടുത്തി അത് തുറക്കാൻ പറയാൻ അങ്ങനെ തുറന്നു. ഇവിടെ എല്ലാം പൊരിച്ചത് കരിച്ച സാധനങ്ങളുള്ളത്. ഇത് ഉപയോഗിക്കുന്ന എണ്ണകൾ ഏതാണെന്നുള്ളത് ആർക്കും അറിയില്ല. അത് ഫുഡിൻ്റെ ആൾക്കാർ ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ വന്ന് ശരിക്കും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോഴേ അവർക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഭയം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരവർ തോന്നിമാരി ഉപയോഗിച്ച വെളിച്ചെണ്ണ വീണ്ടും തീരുന്നവരെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. 90 ഉന്തുവണ്ടികളാണ് ഫുഡ് സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്നത്. ഈ കടകൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ചില നിയമാവലിയും കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയിരുന്നു. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചില കടകൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നതെന്നുള്ളതാണ് മറ്റു കച്ചവടക്കാർ ആരോപിക്കുന്നത്. നിലവിൽ ഇവിടെ ലൈസൻസുകളായ കച്ചവടക്കാർക്ക് ഇന്നിപ്പോൾ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കുന്നു. ഇതുപോലെ രണ്ട് വാടകയ്ക്ക് എടുത്തിട്ട് അവർക്ക് തോന്നിയ മാതിരി അവർ കച്ചവടം ചെയ്യാണ്. അതേമാതിരി ഇവിടെ ടേബിൾ ഇട്ടിട്ട് കച്ചവടം ചെയ്യരുത് പറഞ്ഞു, കസേര ഇട്ടിട്ട് കച്ചവടം ചെയ്യരുത് പറഞ്ഞു. ഇന്നിപ്പോൾ എല്ലാവരും ടേബിളും കസേര ഇട്ടിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. കോഴിക്കോടിന്റെ തനത് രുചി തേടിയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വിൽപ്പന ചെയ്യുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ വിൽക്കുന്ന ആളുകൾക്കും കടകൾക്കുമെതിരെ കർശന നടപടി അധികൃതർ സ്വീകരിക്കണം. ജോൺ ടി കെക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.